ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ പുതിയതായിട്ട് സെയിലിന് റെഡി ആയിട്ടുള്ള പ്ലാന്റ്സുകളെല്ലാം ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതൊക്കെ നോക്കി, അതുപോലെ പ്ലാന്റ് സൈസും റേറ്റും എല്ലാം വീഡിയോയിലുണ്ട്. അതൊക്കെ നോക്കിയിട്ട് പ്ലാന്റ്സ് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പിലേക്ക് അയയ്ക്കുക. നമ്മൾ DTDC വഴി മാത്രമാണ് പ്ലാന്റ്സ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അതുപോലെ ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല. പേയ്മെൻറ്റ് മോഡ് ഗൂഗിൾ പേ ആണ്. അപ്പോൾ വീഡിയോസൊക്കെ എല്ലാവരും മുഴുവനായിട്ട് കാണുക. പ്ലാൻസ് ഏതൊക്കെയാണെന്ന് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് പ്ലാന്റ് പനനീർ റോസാണ്. പനനീർ റോസിൻ്റെ തൈകളാണ് സെയിലിനുള്ളത്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഒരുപാട് പേര് വാട്സപ്പിൽ ചോദിക്കാറുള്ള ഒരു പ്ലാന്റാണ് പനനീർ റോസ്. നല്ല ഡിമാൻഡുണ്ട് പനനീർ റോസിന്. രണ്ടാമത്തത് 7 ഡേയ്സ് റോസാണ്. 7 ഡേയ്സ് റോസ് നമ്മളൊരു 2-3 ആഴ്ചകൾക്ക് മുമ്പ് സെയിലിന് കൊണ്ടുവന്നിരുന്നു. പെട്ടെന്ന് തന്നെ സ്റ്റോക്ക് ഔട്ടായി. ഇപ്പോൾ കുറച്ച് പ്ലാന്റ്സ് കൂടി നമുക്ക് എത്തിയിട്ടുണ്ട്. അത് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. ഇതാണ് പനനീർ റോസിൻ്റെ പൂക്കൾ. ഇത് ഒരുപാട് ദിവസം നിൽക്കും. 7 ദിവസത്തോളം ഈ പൂക്കൾ ചെടിയിൽ തന്നെ നിൽക്കാറുണ്ട്. അടുത്ത റോസ് കാശ്മീർ റോസാണ്. കാശ്മീർ റോസ് ഈ ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ്. അടുത്തതായിട്ട് കമ്മൽ റോസാണ്. കുഞ്ഞു കുഞ്ഞു പൂക്കളുണ്ടാവുന്ന വലിയൊരു പൂക്കളുണ്ടാവുന്ന റോസാണ്. അപ്പോൾ റോസ് എല്ലാം ഓൺ റൂട്ടഡ് പ്ലാന്റ്സ് ആണ്. 90 രൂപയാണ് റോസസിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് റെയിൻ ലില്ലി പ്ലാന്റ് ആണ്. റെയിൻ ലില്ലി നമ്മൾ പല കളർ സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കളറാണ് ഇപ്പോൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. അതുപോലെ ലൈറ്റ് പിങ്കും അവൈലബിൾ ആണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 15 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. അടുത്തത് ഒരു കലാത്തിയ പ്ലാന്റ് ആണ്. ഇതുപോലെ ചെറിയ ലീഫോട് കൂടി വരുന്ന പ്ലാന്റ് ആണ്. പെട്ടെന്ന് തന്നെ ചട്ടി നിറയെ ആവുന്ന ഒരു ടൈപ്പാണ്. ഇതിനും 15 രൂപയാണ് റേറ്റ്. അടുത്ത പ്ലാന്റ് ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്. ഗ്രീൻ കളറാണ് ഇതിൽ അധികവും വരിക. അതുപോലെ ഒരു റെഡ് കളറൂടെ ചേർന്ന് വരും. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റിന്റെ സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള ബട്ടർഫ്ലൈ പ്ലാന്റിന് 90 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. സിൽവർ കിങ് എന്നാണ് ഇതിന്റെ പേര്. നമ്മൾ നോർമലായിട്ട് കണ്ടുവരുന്ന ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ്. ഈ ഒരു സൈസിലുള്ള അഗ്ലോണിമ പ്ലാന്റിന് 20 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് റെഡ് ലിപ്സ്റ്റിക് അഗ്ലോണിമ പ്ലാന്റ് ആണ്. ഇത് നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് 25 രൂപയാണ് റേറ്റ്. അടുത്തത് യെല്ലോ മാൻഡിവില്ലയാണ്. മാൻഡിവില്ല പ്ലാന്റ്സിനെല്ലാം നല്ല ഡിമാൻഡുള്ള ഒരു സമയമാണിപ്പോൾ. നമുക്ക് മിക്കവാറും എല്ലാ സമയത്തും പൂക്കൾ തരും മാൻഡിവില്ല പൂക്കൾ. അപ്പോൾ നമുക്ക് ഈ യെല്ലോ ആണ് ഇപ്പോൾ സ്റ്റോക്കുള്ള പ്ലാന്റ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. മാൻഡിവില്ലയുടെ യെല്ലോ കളറിന് 80 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ഒരു പെപ്പറോമിയ വെറൈറ്റിയാണ്. ഇതൊരു ഹാങ്ങിങ് പെപ്പറോമിയാണ്. നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇട്ട് ഭംഗിയായിട്ട് വളർത്താൻ പറ്റും. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. 10 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ്. അടുത്തത് റിയോ പ്ലാന്റ് ആണ്. റിയോ ഗോൾഡൻ ആണിത്. ഒരു ലീഫിലൊക്കെ ഒരു യെല്ലോ കളറാണ് വരിക. നമുക്ക് ബോർഡറിൽ അതുപോലെ വെർട്ടിക്കൽ ഗാർഡനിലും ഒക്കെ വെച്ച് പിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് റിയോ പ്ലാന്റ്സ്. റിയോ പ്ലാന്റ്സിൻ്റെ 2 കളർ നമുക്കിപ്പോൾ സെയിലിന് റെഡി ആയിട്ടുണ്ട്. ഫസ്റ്റ് ഈ കാണുന്ന യെല്ലോ കളറ് റിയോ ഗോൾഡൻ, അതുപോലെ രണ്ടാമതായിട്ട് റിയോ പിങ്ക് കളർ. അപ്പോൾ റിയോ ഗോൾഡന് 25 രൂപയും പിങ്കിന് 20 രൂപയുമാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ചൈനീസ് പെർഫ്യൂം പ്ലാന്റ് ആണ്. ചൈനീസ് പെർഫ്യൂം പ്ലാന്റ് ഒരുപാട് പേര് മുൻപ് വാങ്ങിയിട്ടുള്ള പ്ലാന്റ് ആണ്. വാങ്ങാത്തവർക്ക് വേണ്ടിയിട്ടാണ് വീണ്ടും നമ്മൾ സെയിലിനായിട്ട് കൊണ്ടുവരുന്നത്. അപ്പോൾ ഇതിൻ്റെ പൂക്കളാണ് ഇപ്പോൾ കണ്ടത്. യെല്ലോ കളറിൽ കുഞ്ഞു കുഞ്ഞു മുട്ടുകളായിട്ട് നിൽക്കുന്ന പൂക്കളാണ് ഇതിൻ്റെ പ്രത്യേകത. അതുപോലെ നല്ല സുഗന്ധമാണ് പൂക്കൾക്ക് വരിക. ഇത് മുട്ടുകളായി തുടങ്ങിയ പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. എല്ലാ പ്ലാന്റ്സിലും മുട്ടുകളായിട്ടില്ല. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് യെല്ലോ എപ്പീസിയ പ്ലാന്റ് ആണ്. യെല്ലോ കളറിലുള്ള ഫ്ലവർ ആണ് ഇതിൽ വരിക. എപ്പീസിയ പ്ലാന്റ്സിൻ്റെ ഒരുപാട് വെറൈറ്റീസ് നമ്മൾ മുൻപ് സെയിലിന് കൊണ്ടുവന്നിരുന്നു. ഒരുപാടൊക്കെ എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അപ്പോൾ ഇപ്പോൾ നമുക്ക് കുറച്ച് എപ്പീസിയ പ്ലാന്റ്സ് മാത്രമേ കയ്യിലുള്ളൂ. അതിലൊന്നാണ് യെല്ലോ എപ്പീസിയ. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ജിഫിയിൽ റൂട്ട് പിടിപ്പിച്ചെടുത്ത പ്ലാന്റ് ആണ്. യെല്ലോ എപ്പീസിയ പ്ലാന്റ്സ് ഒക്കെ പിടിച്ച് കിട്ടിയാൽ ഒരുപാട് നാൾ അതുപോലെ തന്നെ വളരുന്ന ഒരു പ്ലാന്റ് ആണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്.
അടുത്ത പ്ലാന്റ് ജാപ്പോണിക്ക പ്ലാന്റ് ആണ്. നല്ല റോസാപ്പൂക്കൾ പോലെ നിൽക്കുന്ന ഈ ഒരു പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. ഇതൊരു വാട്ടർ പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ തൈകളാണ് സെയിലിന് റെഡി ആയിട്ടുള്ളത്. ജാപ്പോണിക്ക പ്ലാന്റ്സ് ഒക്കെ ഒരുപാട് ഡിമാൻഡുള്ള പ്ലാന്റ് ആണ്. നമുക്ക് മിക്കവാറും സ്റ്റോക്ക് ഔട്ട് ആവുന്ന പ്ലാന്റ്സുകളാണ് ജാപ്പോണിക്കയൊക്കെ. നമ്മൾ പ്രീ ബുക്കിംഗ് ഒരുപാട് പേർക്ക് അയച്ചു കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ജാപ്പോണിക്കയുടെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 70 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് ക്രീപ്പിംഗ് ചാർലി ആണ്. നല്ലൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. ഇതുപോലെ ഗ്രീൻ കളറിൽ താഴേക്ക് ഹാങ്ങിങ് ആയിട്ട് വരുന്ന ഒരു പ്ലാന്റ് ആണ്. ഇതിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് വരുന്നത് മുരായ മിനിയേച്ചർ ആണ്. നമ്മുടെ മരമുല്ലയുടെ മിനിയേച്ചർ വെറൈറ്റിയാണിത്. കുഞ്ഞു കുഞ്ഞു ലീഫുകളായിട്ട് നിൽക്കുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. നമുക്കിത് ഇൻഡോറിലും സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. കുഞ്ഞു പൂക്കളാണ് ഇതിലുണ്ടാവുന്നത്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. ചെറിയൊരു സ്മെല്ലോട് കൂടിയ പൂക്കളാണ്. അപ്പോൾ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 120 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഒരു ഡ്രസീനിയ വെറൈറ്റിയാണ്. ഇതാണ് ലീഫിൽ വരുന്നത്. ഗ്രീനും അതുപോലൊരു ചെറിയൊരു ബ്രൗൺ കളറും ലീഫിന് അരികുവശത്ത് ഒരു വൈറ്റ് കളർ ലൈൻസും ഒക്കെ ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു ഡ്രസീനിയ പ്ലാന്റ് ആണ്. ഇതിന് 15 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് റോസിഡ പ്ലാന്റ് ആണ്. റോസിഡയുടെ യെല്ലോ മാത്രമാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത്. ഇതിൻ്റെ പൂക്കളുടെ ഭംഗി പ്രത്യേകിച്ച് പറയേണ്ടതില്ല. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പൂക്കൾ. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സ് തന്നെയായിരിക്കും നമ്മൾ അയക്കുക. റോസിഡ പ്ലാന്റ്സിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തതായിട്ട് ബ്ലൂ ഡേയ്സ് പ്ലാന്റ് ആണ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. നല്ല ഭംഗിയുള്ള പൂക്കളാണ് ബ്ലൂ ഡേയ്സിൽ വിരിയുന്നത്. നമുക്ക് ഹാങ്ങിങ്ങിലൊക്കെ ഇടാൻ പറ്റും ഈ ഒരു പ്ലാന്റ്. കുഞ്ഞു കുഞ്ഞു പൂക്കളാണ്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു നിറത്തിലുള്ള പൂക്കൾ വളരെ കുറവാണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട്. അപ്പോൾ ബ്ലൂ ഡേയ്സിൻ്റെ ഈ ഒരു സൈസിലുള്ള പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഒരു ലീഫി പ്ലാന്റ് ആണ്. വേരിഗേറ്റഡ് ലീഫാണ് വരിക. ഇപ്പോൾ ഇതിന് പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇതാണ് പ്ലാന്റ്. നമുക്ക് വെട്ടി ഒതുക്കി പോട്ടിലൊക്കെ ആക്കി നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് ഇത്. അപ്പോൾ ഈ പ്ലാന്റിനും 15 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ബട്ടർ കപ്പാണ്. ബട്ടർ കപ്പ് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് നമ്മൾ സെയിലിന് കൊണ്ടുവന്നിട്ടുള്ളത്. വളരെ കുറച്ച് പ്ലാന്റ്സ് മാത്രമേ സെയിലിനുള്ളൂ. ഇതാണ് ഇതിൻ്റെ പൂക്കൾ. നല്ല സുഗന്ധം പരത്തുന്ന പൂക്കളാണ് ഇതിൻ്റേത്. കുറച്ച് ക്രീപ്പർ പോലെ വള്ളിയായിട്ടൊക്കെ നീണ്ടു പോകുന്ന ടൈപ്പ് ഒരു പ്ലാന്റ് ആണിത്. നല്ല സുഗന്ധമാണ്. അതുപോലെ പൂക്കൾ കാണാനും ഒരു പ്രത്യേക ഭംഗിയാണ്. കപ്പ് പോലാണ് അതിൻ്റെ ഷേപ്പ്. അതുകൊണ്ടാണ് ബട്ടർ കപ്പ് എന്ന പേര് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതാണ് പ്ലാന്റ് സൈസ് വരിക. ഈ ഒരു സൈസിലുള്ള ബട്ടർ കപ്പ് പ്ലാന്റ്സിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്ത പ്ലാന്റ് മെലസ്റ്റോമയാണ്. ഇപ്പോൾ മെലസ്റ്റോമയുടെ ഒരു സീസൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല വെയിൽ വേണ്ട ഒരു പ്ലാന്റ് ആണ് മെലസ്റ്റോമ. നിറയെ പൂക്കളൊക്കെ ആയിട്ട് ചെടി നിൽക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ ഇതാണ് നമ്മുടെ പ്ലാന്റ് സൈസ് വരിക. 40 രൂപയാണ് മെലസ്റ്റോമ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. അടുത്തത് യുജീനിയ പ്ലാന്റ്സ് ആണ്. യുജീനിയയുടെ ഈ ഒരു കളറാണ് സെയിലിനുള്ളത്. ഒരു ഓറഞ്ച് കളർ കയറി വരുന്ന പ്ലാന്റ്. പുതിയ ലീഫ് വരുമ്പോഴാണ് ഈ ഒരു കളർ നമുക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ ലീഫ് നമുക്ക് മുകൾ വശം കട്ട് ചെയ്ത് വിട്ടാൽ പുതിയ ലീഫ് വരുമ്പോൾ ഈ ഒരു കളറിൽ നമുക്ക് കാണാൻ പറ്റും. അതുപോലെ രണ്ടാമത്തെ യുജീനിയ പ്ലാന്റ് ഇതാണ്. ബോക്സ് യുജീനിയ എന്നാണ് ഇതിനെ പറയുന്നത്. ഒരു പ്രത്യേക ഷേപ്പിലാണ് ലീഫൊക്കെ വരിക. അപ്പോൾ യുജീനിയ പ്ലാന്റ്സിന് രണ്ടിനും 70 രൂപ വീതമാണ് റേറ്റ്. അടുത്തത് ഒരു ബാംബു വെറൈറ്റിയാണ്. ഇതാണ് പ്ലാന്റ് സൈസ് വരിക. നമുക്ക് ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റ് ആണിത്. ഈ പ്ലാന്റിന് 40 രൂപയാണ് റേറ്റ് വരുന്നത്. അടുത്തത് ഈ കാണുന്ന ഒരു വേരിഗേറ്റഡ് പ്ലാന്റ് ആണ്. ചിലരിതിനെ ടേക്കോമ വേരിഗേറ്റഡ് എന്ന് പറയാറുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലീഫും അതുപോലെ പൂക്കളും കാണാൻ നല്ല ഭംഗിയാണ്. ഈ ഒരു കളറാണ് ലീഫിൽ വരിക. ഒരു യെല്ലോ കളറും ഗ്രീൻ കളറോടെയാണ് ലീഫിൽ വരുന്നത്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരിക. അപ്പോൾ ചെറിയൊരു ക്രീപ്പറായിട്ടൊക്കെ കയറിപ്പോകുന്ന പ്ലാന്റ് ആണ് ഇത്. അപ്പോൾ ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. അടുത്ത പ്ലാന്റ് വരുന്നത് സ്റ്റാർ ജാസ്മിൻ ആണ്. സ്റ്റാർ ജാസ്മിൻ നമ്മൾ മുൻപ് ഒരുപാട് പേർക്ക് അയച്ചു കൊടുത്തിട്ടുള്ള ഒരു പ്ലാന്റ് ആണ്. ഇതാണ് ഇതിൻ്റെ പൂക്കൾ വരിക. ചെടി നിറയെ ഇതുപോലെ ഭംഗിയായിട്ട് പൂത്തു നിൽക്കും. ചെറിയ ചെടിയായിരിക്കുമ്പോൾ തന്നെ നിറയെ ശിഖരങ്ങളൊക്കെ പൊട്ടി അതിലെല്ലാം പൂക്കൾ ഇങ്ങനെ നിറയും. നല്ല ഭംഗിയായിട്ട് നമുക്ക് ചട്ടിയിലൊക്കെ വെട്ടി ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് സ്റ്റാർ ജാസ്മിൻ. ഇത് കണ്ടോ, ചെറിയ പ്ലാന്റിൽ തന്നെ ഇത്രയും പൂക്കൾ നിറഞ്ഞു നിൽക്കുകയാണ്.
അപ്പോൾ ഇതാണ് പ്ലാൻ സൈസ് വരിക. ഈ പ്ലാന്റിന് 100 രൂപയാണ് റേറ്റ് വരുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്രയും പ്ലാന്റ്സ് ആണ് സെയിലിനായിട്ട് കൊണ്ടുവന്നിട്ടുള്ളത്. പ്ലാന്റ്സ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. പ്ലാന്റ്സ് ആവശ്യമുള്ളവർ വേഗം തന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചോളുക. നമുക്ക് കുറച്ച് പ്ലാന്റ്സ് മാത്രമേ സെയിലിന് ഉള്ളൂ. അപ്പോൾ വേഗം തന്നെ മെസ്സേജ് അയയ്ക്കുക. അതുപോലെ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഇതുപോലെ നല്ല നല്ല വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരാനായിട്ട് തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. അപ്പോൾ ഇതുപോലെ നല്ല മറ്റൊരു വീഡിയോയിൽ ഇനിയും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.